ക്രിസ്തുവിൽ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവസാന്നിധ്യത്തിനകത്താണ്. കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗ്രേസ് ടോക്സിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമുക്കൊരു ചെറിയ വചനഭാഗം ശ്രദ്ധിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. അതിങ്ങനെയാണ് പറയുന്നത്: അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കനുസരിച്ച് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഹല്ലേലൂയ. 1-ാമത്തെ എപ്പിസോഡില്, ഗ്രേസ് ടോക്സിന്റെ 1-ാമത്തെ എപ്പിസോഡില് നമ്മൾ ശ്രദ്ധിക്കുന്ന ആദ്യത്തെ കാര്യം ഇതാണ്: ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തത്തിന് ദൈവകൃപയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കാനുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിൽ പാപമോചനത്തിനായി പഴയ നിയമ യഹൂദർ, പഴയ കാലത്തുണ്ടായിരുന്ന യഹൂദർ, അവരുടെ പാപപരിഹാരത്തിനായി അവർ പാപപരിഹാര ബലിയർപ്പിക്കുവാനായി പ്രധാന പുരോഹിതന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ, ദേവാലയത്തിലേക്ക് വരുമ്പോൾ, ഒരു ആടിനെയോ അല്ലെങ്കിൽ ഒരു കാളക്കുട്ടിയെയോ, ഊനമറ്റത് ഒരു കുറവുമില്ലാത്ത ആടിനെയോ കാളക്കുട്ടിയെയോ കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പോൾ ഈ കാളക്കുട്ടിയെ അല്ലെങ്കിൽ ഈ ആട്ടിൻകുട്ടിയെ കൊന്ന് അതിൻ്റെ രക്തം എടുത്ത്, അതിൻ്റെ രക്തം തളിച്ച്, അതിൻ്റെ മാംസം വേവിച്ചാണ് പാപപരിഹാര ബലി പ്രധാന പുരോഹിതൻ അർപ്പിച്ചിരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പാപപരിഹാര ബലി കംപ്ലീറ്റ് ആയിരുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഹെബ്രായ ലേഖനത്തിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഈ മനുഷ്യന്റെ അന്ധകരണങ്ങളെ വിശുദ്ധീകരിക്കുവാൻ കഴിയാതിരുന്ന ബലി നിരന്തരം അർപ്പിച്ചുകൊണ്ടിരുന്നെന്നാണ് പറഞ്ഞത്. ഓരോ തവണയും ഒരു വ്യക്തി തൻ്റെ പാപങ്ങൾക്കുള്ള പരിഹാരത്തിനായി, പാപപരിഹാര ബലിക്കായി ഓരോ തവണയും ഓരോ കുഞ്ഞാടിനെ കൊണ്ടുപോയി കൊടുക്കണം, അതിനെ ബലിയർപ്പിക്കണം. അവർക്ക് തങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു, അല്ലെങ്കിൽ പാപങ്ങൾ മോചിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ, പ്രത്യാശയിൽ അവർ പോകുന്നു. പക്ഷെ വീണ്ടും അവർ പാപത്തിനകത്ത് വീഴുന്നു. പിന്നെയും പാപം ചെയ്ത് കഴിയുമ്പോൾ അടുത്ത കൊല്ലം വീണ്ടും പാപപരിഹാര ബലിക്കായിട്ട് അവർ വീണ്ടും പ്രധാന പുരോഹിതന്റെ സന്നിധിയിലേക്ക് പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ശാരീരികമായി ഈ രക്തം ശുദ്ധീകരിക്കും, എന്നാൽ ആന്തരികമായി ഇവരുടെ അകത്ത മനുഷ്യനെ, ഇവരുടെ മനസ്സിനെ, ആത്മാവിനെ പരിപൂർണമായി ശുദ്ധീകരിക്കുവാൻ ആ ബലിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവ കൃപ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ, യേശുവിന്റെ രക്തം ദൈവകൃപയ്ക്ക് വേണ്ടി ചിന്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ആ ദൈവകൃപയുടെ ബഹിസ്ഫുരണമായി, അതിന്റെ വെളിപ്പെടുത്തലായി യേശുവിന്റെ രക്തം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ പലതവണ പാപപരിഹാര ബലി അർപ്പിക്കേണ്ടി വന്നില്ല. ഒറ്റത്തവണ, ഒരേ ഒരു തവണ യേശു തൻ്റെ രക്തം എന്നേക്കുമായി ഒരു തവണ ചിന്തിക്കുകയും അതിലൂടെ മനുഷ്യകുലത്തിന്റെ മുഴുവൻ പാപങ്ങളും അവൻ ഏറ്റെടുക്കുകയും ചെയ്തു. ആ രക്തം വഴിയാണ് നമുക്ക് രക്ഷ വന്നിരിക്കുന്നത്. ആ രക്തം വഴിയാണ് നമുക്ക് പാപത്തിൽ നിന്നുള്ള മോചനം വന്നിരിക്കുന്നത്. ദൈവ കൃപ, ദ ഗ്രേസ് ഓഫ് ഗോഡ്. അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രാധാന്യമാണ്. യേശുവിൻ്റെ രക്തം ചിന്തപ്പെടാതെ ഒരു വ്യക്തിയുടെ മേലേക്കും ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുകയില്ല. ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്ന നിങ്ങളായാലും, നിങ്ങളോട് സംസാരിക്കുന്ന ഞാനായാലും, ഇന്ന് എൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപയുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവ കൃപയാൽ ഞാൻ നന്നായിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ കൃപ എൻ്റെ മേൽ സമൃദ്ധമായിരിക്കുന്നു എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, റീസൺ ഒന്നേ ഉള്ളൂ: യേശുവിൻ്റെ രക്തം നമ്മളെ വിശുദ്ധീകരിച്ചു. ആ രക്തം നമ്മളെ രക്ഷിച്ചു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞത്. ആ രക്തം നമ്മളെ വീണ്ടെടുത്തു എന്നാണ് പറയുന്നത്. ദൈവകൃപയിൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മകനെ, മകളെ, നിങ്ങൾ അറിഞ്ഞോ, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൃപയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട ഒരു രക്തം ഉണ്ട്. ആ രക്തം മൂലമാണ് നിങ്ങൾ ഇന്ന് ദൈവവുമായി സമാധാനത്തിലായിരിക്കുന്നത്, ദൈവത്തിന്റെ കൃപയിൽ നിങ്ങളായിരിക്കുന്നത്. ആ രക്തത്തിന് എതിരെ എന്തെങ്കിലും പാപം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, യേശുവിന്റെ അമൂല്യമായ ആ രക്തത്തിനെതിരെ, വില മതിക്കാനാകാത്ത രക്തം, ആ രക്തത്തിനെതിരെ എന്തെങ്കിലും പാപം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ആ അതിപരിശുദ്ധമായ രക്തത്തെ നമ്മൾ വില കുറച്ച് കാണുന്നതിന് തുല്യമാണ്. നമ്മുടെ പാപങ്ങൾ ഒരു തവണ ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ, ഈ ചിന്തപ്പെട്ട ഈ അതിപരിശുദ്ധമായ രക്തം നമ്മളെ വീണ്ടെടുത്ത ദൈവമക്കളാക്കി മാറ്റിയ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം പറയുന്ന യേശുവിൻ്റെ അതിപരിശുദ്ധമായ രക്തത്തെ നമ്മൾ വില കുറച്ച് കാണുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട്
ഈ രക്തത്തെ നമുക്ക് വില കുറച്ച് കാണാതിരിക്കാം. ദൈവ കൃപയിൽ നിങ്ങൾക്ക് നിലനിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ കൃപ നിങ്ങളുടെ മേൽ സമർത്ഥമായി വെളിപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യേശുവിൻ്റെ അതിപരിശുദ്ധ രക്തം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട് കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ആ ബോധ്യത്തിൽ നിലനിൽക്കുകയും ചെയ്യുക. ആ രക്തത്തെ വില കുറച്ച് കാണാതിരിക്കുക. ഹല്ലേലൂയ. ആ യേശുവിൻ്റെ രക്തത്തെ നമ്മൾ വില കുറച്ച് കണ്ടു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ അറിയണം, നിങ്ങളുടെയും വില കുറഞ്ഞു പോകും. നിന്റെ വില കുറയരുതെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ രക്തത്തെ വില കുറച്ച് കാണാതിരിക്കുക. കാര്യം അമൂല്യമായ രക്തമാണ് നിനക്ക് വേണ്ടി ചിന്തപ്പെട്ടത്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുക. ദൈവ കൃപയിൽ നിലനിൽക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, ഈ നിമിഷം അങ്ങയുടെ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. യേശുവിൻ്റെ രക്തം പ്രിയപ്പെട്ടവരെ കഴുകി വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. യേശുവിൻ്റെ രക്തത്തെക്കുറിച്ചുള്ള പരിപൂർണമായ ഒരു വെളിപാടിലേക്കും ബോധ്യത്തിലേക്കും അങ്ങയുടെ മക്കൾ വളർന്നു വരട്ടെ. ഇവരുടെ നന്മകൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന എല്ലാ തിന്മകളും വിട്ടുമാറട്ടെ. രോഗപീഠകൾ സൗഖ്യമാകട്ടെ. ദൈവ സാന്നിധ്യം ഇവരുടെ മേൽ സമർത്ഥമായി വെളിപ്പെടട്ടെ. കൃപയിൽ ജീവിക്കുവാൻ ഇവർ പരിശീലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ജോസഫ് എന്ന പേരായ ഒരു വ്യക്തിയെ കർത്താവ് ഈ നിമിഷങ്ങളിൽ വിടുവിക്കുന്നു. സോറിയാസിസുകൾ കർത്താവ് സൗഖ്യമാക്കുന്നു. ഒരു ആക്സിഡന്റ് പറ്റി കാലിൻ്റെ മുട്ടിന് പ്രശ്നമുണ്ടായി നടക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് പരിപൂർണമായി വിടുവിക്കുന്നു. കാലിൻ്റെ ഞരമ്പുകൾക്ക്, മുട്ടിന് കീഴ്പോട്ട് കാലിൻ്റെ വെയിൻസിന് ബുദ്ധിമുട്ട് വന്നിട്ട് നടക്കുമ്പോൾ പ്രശ്നം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, കാൽ ചുവടുകൾ മുന്നോട്ട് വയ്ക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് പരിപൂർണമായി വിടുവിക്കുന്നു. ഗർഭപാത്ര സംബന്ധമായ ചില രോഗങ്ങളിൽ നിന്ന് കർത്താവ് 3 പേരെ ദൈവം വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ജീവൻ നിങ്ങളുടെ മേൽ സമർത്ഥമായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.